ഹായ്. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വേരിയബിൾസ് എന്താണ്, കോൺസ്റ്റൻസ് എന്താണെന്നൊക്കെ ഗോ ത്രൂ ചെയ്തു. ഓക്കെ, നമ്മളിനി നമ്മുടെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തിങ് നമ്മൾ ആലോചിക്കുന്നത് എന്തായിരിക്കും, ഒരു വേരിയബിളിനെ കുറിച്ചായിരിക്കും ആലോചിക്കേണ്ടത്. സോ ഇപ്പോൾ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്നത് എന്ന് വെച്ചാൽ റിസൾട്ടാണ്. ഓക്കെ, സോ ഈ റിസൾട്ട് എന്ന് പറയുന്ന സാധനം നമ്മളൊരു എന്താ പറയുക, ഒരു വേരിയബിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ലൈക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം, ഡാറ്റ വേണം. സോ ഡാറ്റയിൽ റിസൾട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിൾ ആക്കണം അതിനെ. ഓക്കെ, സോ വേരിയബിൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടു, ലെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സോ വേരിയബിൾ ലെറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ എക്സാമ്പിൾ യൂസർ നെയിം എന്ന് പറഞ്ഞു. നമുക്ക് എക്സാമ്പിൾ പറയണമെങ്കിൽ റിസൾട്ട് എന്നോ കറണ്ട് റിസൾട്ട് എന്നോ ഒക്കെ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില പേരുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, എന്നാൽ ചില പേരുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല വേരിയബിളിന്. സോ വേരിയബിളിന് ചെറിയ റൂൾസൊക്കെ ഉണ്ട്, സർട്ടൻ റൂൾസ് ഉണ്ട്, നമ്മളത് ഫോളോ ചെയ്യേണ്ടത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ്. സോ ഇപ്പോൾ എന്താ പറയുക, ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, @ ഹൈഫൺ, അങ്ങനത്തെ ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലത് പറഞ്ഞിട്ടുള്ളൂ, ചിലത് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട്. സോ നമുക്കത് ചെക്ക് ചെയ്യാം, വേരിയബിളിൻ്റെ പേരുകൾ എങ്ങനെ കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാം എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത്. ലൈക്ക് ഈ ക്യാമൽ കേസായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് മനസ്സിലാവും. കാരണം ക്യാമൽ കേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ വേരിയബിളിൻ്റെ പേര് തുടങ്ങുമ്പോൾ ലോവർ കേസിലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ രണ്ട് വേർഡും കൂടി മെർജ് ചെയ്യുകയാണെങ്കിൽ, യൂസർ നെയിം രണ്ട് വാക്കാണല്ലോ, അത് മെർജ് ചെയ്യുകയാണെങ്കിൽ യൂസറിൻ്റെ യു ക്യാമൽ കേസിലും നെയിമിൻ്റെ എൻ അപ്പർ കേസിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിനാണ് നമ്മൾ ക്യാമൽ കേസ് എന്ന് പറയുന്നത്. ക്യാമൽ കേസ് എന്ന വേർഡിൻ്റെ ലൈക്ക് മൾട്ടിപ്പിൾ വേർഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ലോവർ കേസ് തുടങ്ങിയിട്ട് നെക്സ്റ്റ് വരുന്ന വേർഡ്സിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ അപ്പർ കേസിൽ കൊടുക്കും. ഇത് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും യൂസർ നെയിം എന്നുള്ളത് വായിക്കാൻ പറ്റും നമുക്ക്. സോ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവും. ഓക്കെ, പക്ഷേ അതിൽ ഇപ്പോൾ രണ്ട് വാക്കാണ്, യൂസർ നെയിം വാക്കാണ്, നമുക്ക് ബ്ലാങ്ക് സ്പേസോ വൈറ്റ് സ്പേസോ വെച്ച് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഓക്കെ, അത് ബ്ലാങ്ക് സ്പേസും വൈറ്റ് സ്പേസും ഒന്നും നമുക്ക് വേരിയബിളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു വേർഡ് ൻ്റെ ഉള്ളിൽ വേറെ വേർഡ് ഉണ്ടെങ്കിൽ ലൈക്ക് ആ രണ്ടാമത്തെ വേർഡിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പർ കേസിലായിരിക്കണം എന്നുള്ളതാണ് ഇത് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ ആ വേരിയബിളിൻ്റെ പേര് നമ്മൾ കൊടുക്കുമ്പോൾ അത് മീനിങ് ഫുള്ളായിരിക്കണം. കാരണം ഇപ്പോൾ നമ്മളൊരു ആ വേരിയബിൾ എന്തിനാണെന്നുള്ളത് ആ വേരിയബിളിൻ്റെ പേര് വായിച്ചാൽ നമുക്ക് മനസ്സിലാവണം. സോ അത് ഭയങ്കര മീനിങ് ഫുള്ളായിരിക്കണം. ഓക്കെ, സോ പിന്നെ ഒരു കേസ് പറയുകയാണ്, ജാവാസ്ക്രിപ്റ്റിന് വേരിയബിളൊക്കെ കേസ് സെൻസിറ്റീവ് ആണ്. എനിക്ക് ഇപ്പോൾ സ്മോൾ യു കൊടുത്തിട്ട് ക്യാപിറ്റൽ എൻ കൊടുത്ത് യൂസർ നെയിം എഴുതാം, പിന്നെ അങ്ങനെ ക്യാപിറ്റൽ യു കൊടുത്ത് സ്മോൾ എൻ ആക്കിയിട്ട് എഴുതാമെന്ന് വെച്ചാൽ അത് രണ്ട് വേരിയബിളായിട്ട് എടുക്കും. സോ സെയിം വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതേ കേസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഇപ്പോൾ ലെറ്റ് യൂസർ നെയിം എൻ മാത്രമല്ല ക്യാപ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതേ ക്യാമൽ കേസ് ആയിരിക്കും, ഇതേ കേസുകളായിരിക്കും നമുക്ക് നമ്മുടെ വേരിയബിൾ യൂസ് ചെയ്യേണ്ടി വരിക, ഇതേ വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ. സോ അത് കേസ് സെൻസിറ്റീവ് എന്ന് പറയും നമ്മൾ. സോ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ യൂസർ നെയിമും രണ്ട് സെയിം അല്ല. ഓക്കെ, ഇത് കേസ് സെൻസിറ്റീവ് എന്ന് പറയുക, ഇത് സെയിം അല്ല, ഇത് വേരിയബിൾ, ഇത് രണ്ടാമത്തെ വേരിയബിളായിട്ട് എടുക്കും. സോ ഇതാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ എപ്പോഴും പരമാവധി ക്യാമൽ കേസിൽ തന്നെ കൊടുക്കാൻ നോക്കുക. ഓക്കെ, സോ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ ഒരു വേരിയബിളിൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെറ്റേഴ്സോ ഡിജിറ്റ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾ ഏജ് ഗ്രൂപ്പ് ഓഫ് 5 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു വേരിയബിൾസ് ലൈക്ക് ആൽഫ ന്യൂമറിക് പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അതിൽ ആൽഫബെറ്റ്സും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഡിജിറ്റ്സും ഉണ്ടാവും. ഓക്കെ, സോ പിന്നെ നമുക്ക് ഒരു ഡോളർ സിമ്പിൾ സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ കൊടുക്കുന്ന വേരിയബിളിൽ ഡോളർ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ അത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഡോളർ സിമ്പിൾ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സിമിലർലി ഈ അണ്ടർസ്കോറും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ വേരിയബിൾ കൊടുക്കുന്നതിൽ. സോ ഇതൊക്കെ അലൗഡ് ആണ്.
ഓക്കെ, ഇനി നമുക്ക് നോട്ട് അലൗഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് അലൗഡ് ആണ്. ആക്ച്വലി യൂസർ അണ്ടർസ്കോർ നെയിം എന്ന് കൊടുത്താൽ ഇത് അലൗഡ് ആണ്, കാരണം അണ്ടർസ്കോർ പറ്റും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അണ്ടർസ്കോർ നമുക്ക് പറ്റും. ഇത് ലോവർ കേസാണ്, കംപ്ലീറ്റ് ക്യാമൽ കേസ് അല്ല, എൻ്റെ ലോവർ കേസിൽ റീഡബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ അണ്ടർസ്കോർ കൊടുത്തത് അലൗഡ് ആണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അത് ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ലൈക്ക് ജാവാസ്ക്രിപ്റ്റിൽ ചെറിയ ഇത് പറഞ്ഞ പോലെ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ കുറച്ച് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടിങ് ഡിജിറ്റ്സ് നോട്ട് അലൗഡ് ആണ്. ഒരു വേരിയബിളിൻ്റെ പേര് നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് അലൗ ചെയ്യില്ല. പിന്നെ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഡോളറും അണ്ടർസ്കോറും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൈഫൺ, വൈറ്റ് സ്പേസ് അങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും നമുക്ക് വേരിയബിളിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ കീവേഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെറ്റ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം ലെറ്റ് കീവേഡാണ് ഓൾറെഡി. സോ അതേ കീവേഡ് പിന്നെ കൊടുക്കാൻ പറ്റില്ല, വേരിയബിളിൻ്റെ പേര് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ കോൺസ്റ്റ് ഈക്വൽ ടു 10 അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് കീവേഡാണ്. സോ കീവേഡുകളൊന്നും വേരിയബിൾ ആക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അതുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞു കാൽക്കുലേറ്ററിൽ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ മനസ്സിൽ റിസൾട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ റിസൾട്ടിനെ നമ്മൾ വേരിയബിൾ ആക്കണം. അപ്പോൾ ഞാൻ ആദ്യം ലെറ്റ് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ വേരിയബിളിൻ്റെ പേര് കറണ്ട് കറണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ ഇപ്പം നമ്മൾ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് പക്ഷേ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അതിന് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റും ജാവാസ്ക്രിപ്റ്റിൽ, ലൈക്ക് ലെറ്റ് കറണ്ട് റിസൾട്ട് എന്ന് മാത്രം കൊടുക്കാൻ പറ്റും. സോ ഇതെന്ന് പറഞ്ഞാൽ ഇത് അൺഇനീഷ്യലൈസ്ഡ് വേരിയബിളാണെന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, എവിടെയും ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. സോ അത് ഇനീഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിന് വാല്യൂ ഒന്നുമില്ല. ആ വാല്യൂ ഇല്ലാതെ നമ്മൾ അൺഡിഫൈൻഡ് എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ പറയും. ആക്ച്വലി ഞാൻ പിന്നെ പറയാം അൺഡിഫൈൻഡ് എന്താണെന്ന്. സോ ഇതിൽ നമ്മൾ വാല്യൂ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും കറണ്ട് റിസൾട്ട് എന്നുള്ളത്. സോ ഇതിന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയും നമ്മൾ. ഓക്കെ, പക്ഷേ നമ്മുടെ കേസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. ഈക്വൽ ടു നമ്മൾ കൊടുത്തിട്ട് ഞാൻ കൊടുക്കുന്നത് 0 ആണ്. ഓക്കെ, 0 ഞാൻ കൊടുക്കാൻ കാരണം നമ്മൾ കാൽക്കുലേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്പേഴ്സിനായിട്ട് വർക്ക് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 കിടക്കുന്നുണ്ടാവും റിസൾട്ടിൽ. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ 0 കിടക്കുന്നുണ്ടാവും, കാരണം നമ്മൾ നമ്പേഴ്സിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 0 കൊടുത്തിട്ടാണല്ലോ നോക്കുക. സോ ഞാൻ അതുകൊണ്ടാണ് നമ്പർ തന്നെ 0 എന്ന് പറഞ്ഞ് കൊടുത്തത്, നമ്പർ തന്നെ കൊടുത്തത്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ മനസ്സിലാക്കണം, ഈ ലൈൻ കഴിഞ്ഞു, ഇനി അടുത്ത ലൈനിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്ത ലൈനിൽ എഴുതും. ഫോർ എക്സാമ്പിൾ ലെറ്റ് ബി ഈക്വൽ ടു 10 എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ വേണമെങ്കിൽ ഇത് രണ്ടാമത്തെ ലൈനാക്കുക, അങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ കൊടുക്കുക, നമുക്ക് ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് പോകണമെന്ന് പറയാനായിട്ട് സെമിക്കോളം കൊടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ലൈൻ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സെമിക്കോളം കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ സെമിക്കോളം ജാവാസ്ക്രിപ്റ്റ് ജനറലി ഓപ്ഷണലാണെന്ന് നമ്മൾ പറയും. ജനറലി ഓപ്ഷനാണെന്ന് കാരണം കാണിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ലെറ്റ് എ ഈക്വൽ ടു 10, ലെറ്റ് ബി ഈക്വൽ ടു 20. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ലൈനിൽ തന്നെ എഴുതിയത്. അപ്പോൾ ഞാൻ ലൈക്ക് ജാവാസ്ക്രിപ്റ്റിനോട് പറയണം ഇവിടെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഇത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരേ ലൈനിൽ കൊടുക്കുമ്പോൾ നമ്മൾ സെമിക്കോളൻ യൂസ് ചെയ്യണം. സോ അത് ഞാൻ പറഞ്ഞത് ജനറലി ഓപ്ഷണലാണെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ സെമിക്കോളൻ വെച്ച് എഴുതും. ഞാൻ സെമിക്കോളൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ബട്ട് അത് ഓപ്ഷണൽ ആണെങ്കിൽ കൂടി ഞാനത് യൂസ് ചെയ്യും, സെമിക്കോളൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ അത് മിനിഫൈ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് വരും സെമിക്കോളൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. അത് ഞാൻ ലേറ്റർ പറയാം എന്താ മിനിഫൈ എന്നൊക്കെ ഉള്ളത്. സോ എൻ്റെ കേസിൽ ഞാൻ സെമിക്കോളൻ വെച്ചാണ് എഴുതുന്നത്. സോ ഇന്നത്തെ വീഡിയോ എത്ര വെച്ച് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. സോ കാൽക്കുലേറ്ററിനെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.